ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റോയൽ ഡൈൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈൽ KFC ഒക്കെ മോഡൽ ചിക്കൻ സ്ട്രിപ്പാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. KFC അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 90% വരെ അതിൻ്റെ ടേസ്റ്റിനോട് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ റെസിപ്പിക്ക് നമുക്ക് ഇതേപോലത്തെ ചിക്കൻ്റെ സ്ട്രിപ്പുകളാണ് നമുക്ക് ആവശ്യം. നമുക്കിതിപ്പോൾ ഷോപ്പിലൊക്കെ പറഞ്ഞാൽ അവരിതുപോലെ നമുക്ക് ചെയ്ത് തരും. ഇങ്ങനെ ചിക്കൻ സ്ട്രിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്ത് തരും. അപ്പോൾ ഇതുപോലത്തെ സ്ട്രിപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നേഷനാണ്. ആദ്യം ഒരു 2-3 മണിക്കൂർ നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ റെഡ് ചില്ലി പൗഡർ, അത് കാശ്മീരിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഇത് സാധാ മുളക് പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് കെച്ചപ്പോ അല്ലെങ്കിൽ ഹോട്ട് സോസ് ഉണ്ടാവുമല്ലോ അത്, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും ആണ് ചേർത്തിട്ടാണ് നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി കട്ട തൈരില്ലെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്കും ചേർക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചിട്ട് നല്ലോണം മസാലയ്ക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം മസാല തേച്ചിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒരു താഴത്തെ തട്ടിൽ വെക്കണം. എന്നാലേ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളത് റെഡിയാക്കാവുന്ന നേരത്ത് ഞാൻ 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും നമ്മൾ സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഒറിഗാനോൻ്റെ പൗഡറും ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അത്യാവശ്യം സ്പൈസി ആവും ഇത്, നമുക്ക് അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ അതിലേക്ക് 2 മുട്ട, ഒരു സ്പൂണ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതുപോലെ ഒന്ന് ഈ പൊടിയിലൊന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. അതിന് ശേഷം ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് അതിൻ്റെ പിന്നെ ഒന്നുകൂടി ഒരു 2ാമത്തെ പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിയിലൊന്ന് തട്ടിയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ കൈവിൽ വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ അതുമ്മിൽ ആ മുരിച്ചിലുണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേക്സ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതുപോലെ വരണമെങ്കിൽ ഇതേപോലെ നമ്മൾ നല്ലോണം കുടഞ്ഞ് എടുക്കണം കേട്ടോ. ഈ സമയം നമ്മൾ തന്നെ ഓയിൽ ചൂടാവാനും വെക്കണം. ഇത് കുറേ സമയം ഇങ്ങനെ നമ്മൾ ഈ പൊടി വെച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിലിൽ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു ഭാഗമായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് പിന്നെ നമ്മൾ ഇട്ട വശം തന്നെ ഇത് ഇളക്കാനോ തിരിച്ചിടാനോ ഒന്നും പാടില്ല. നല്ലോണം ഒരു സൈഡ് ആയതിൻ്റെ ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ വല്ല ക്രൗഡി ആയിട്ട് ഇടും ചെയ്യരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ ഫ്ലേക്സ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വന്ന് കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും. അത് നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ 2 മണിക്കൂറൊക്കെ മാഗ്നേറ്റ് ചെയ്ത് തൈരും മസാലയൊക്കെ തേച്ച് വെച്ചതല്ലേ. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ സ്ട്രിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ചിക്കനിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇപ്പോൾ 2 വശമായിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് കോരി മാറ്റിയിട്ട് 2ാമത്തെ ബാച്ചും കൂടി ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നേരമൊക്കെ ഈ ക്രിസ്പിനെസ് കിട്ടും ചെയ്യും. ഇത് നമുക്ക് ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും കഴിക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ ബർഗർ ഇതേപോലെ ചിക്കൻ സ്ട്രിപ്പ് വെച്ചിട്ട് ബർഗർ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് കഴിക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.